ഇസ്ലാം വഞ്ചനയുടെ മതമാണ്. ഇസ്ലാം വഞ്ചിക്കാൻ പഠിപ്പിക്കുന്നു. സ്വന്തം ഭാര്യയോട് കള്ളം പറയാമെങ്കിൽ ലോകത്തെ ആരോടാ കള്ളം പറയാൻ പറ്റാതെ? अब नबी की सुन्नत क्या कहती है? മുഹമ്മദ് ഒരു അടിമയുടെ കൂടെ ലൈംഗിക ബന്ധം ചെയ്തപ്പോൾ ഐഷയും ഹഫ്സയും മുഹമ്മദിനെ പുറകെ വിടാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് അള്ളാഹു ഈ ഖുറാന്റെ ആയത്ത് ഇറക്കുന്നത്. സ്വന്തം വളർത്തുപുത്രൻ എന്ന് സ്വന്തമായി പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള ആസക്തി. സൗദി അവരെ കൊല്ലുന്നത് റീസൺ എന്താണെങ്കിലും അതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്. ഇന്റർകോഴ്സ് വിത്ത് മീ വെൻ ഐ വാസ് 9 years old. 9 വയസ്സായപ്പോഴാണ് മുഹമ്മദ് ആയിഷയുടെ മണ്ടയ്ക്ക് കയറിയത്. ജീവിത വെബ്സൈറ്റ് 6 വയസ്സുള്ള കേരളത്തിലെ ഒരു കുഞ്ഞ്, ഒരു മുലാക്കയുടെ കുഞ്ഞിനെ താങ്കൾ നിക്കാഹ് കഴിക്കുമോ? ആ കുഞ്ഞിന് ഇതുവരെ ആർത്തവം വന്നിട്ടില്ല. ചെയ്യുമോ ഇല്ലയോ? We destroy every proud obstacles that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ Jesus. സിനാൻ ബ്രദർ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ്. സിനാൻ ബ്രദർ, നസറ ബ്രദർ, ഇത് ക്ലബ് ഹൗസിൽ പുതിയതാണോ? ആള് പുതിയതാണ്. കുഴപ്പമില്ല. എനിക്ക് ആകെ 19 വയസ്സുള്ളൂ. ഞാൻ വലിയ അറിവുള്ള ആളൊന്നല്ല. സിനാൻ ബ്രദറിന് നല്ല, ഐ തിങ്ക് യു ആർ ഇന്റലിജന്റ്. സിനാൻ ബ്രദറെ കടലിൽ പോയിട്ടുണ്ടോ? കടലിൽ പോയിട്ടുണ്ട്. കടലിൽ എപ്പോഴെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങാൻ പറ്റുന്ന ദൂരം, ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്ന അത്ര സ്ഥലത്തേക്ക്, അതായത് നമുക്കൊരു ഒരു അരഭാഗം അങ്ങനെ. ഈ കടലിലെ എപ്പോഴെങ്കിലും വെള്ളം കുടിച്ചു നോക്കിയിട്ടുണ്ടോ? ഉപ്പ് രസമാണ്, അല്ലാത്ത ഉപ്പ് രസമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കടലിനകത്ത് മധുരമുള്ള വെള്ളം കിട്ടാറുണ്ടോ? ഇല്ല, സാൾട്ട് വാട്ടർ അല്ലേ. പക്കയാണല്ലോ. എല്ലാ ലോകത്തെ ഏത് ഭാഗത്തെ കടലിൽ ചെന്നാലും ഏത് വെള്ളമാ കിട്ടുന്നത്? സോൾട്ട് വാട്ടർ. ശരിയല്ലേ? സോൾട്ട് അല്ലാത്ത വേറെ വെള്ളം ഒന്നും ഒരു കടലിലും കിട്ടാറില്ലല്ലോ. സയന്റിഫിക്കലി നമുക്ക് അങ്ങനെ കിട്ടൂല. സയന്റിഫിക്കലി കിട്ടത്തില്ല. ഇനിയും ഏതെങ്കിലും ഒരു പുസ്തകം ക്ലെയിം ചെയ്യുകയാണ് ഇത് ദൈവിക പുസ്തകമാണ്, എന്നിട്ട് ആ പുസ്തകത്തിനകത്ത് ആ ദൈവം പറയുകയാണ് കടലിൽ മധുരമുള്ള വെള്ളമുണ്ട്. അങ്ങനെ ഒരു ക്ലെയിം, അങ്ങനെ ഒരു ചാവുകടൽ ഫുൾ ഇതാണ്, എന്താണ്, സോൾട്ടിയ. ഓക്കെ, അപ്പം ഏതെങ്കിലും കടലിലെ വെള്ളം ഒരു ദൈവം ക്ലെയിം ചെയ്യുകയാണ് ഈ കടലിലെ വെള്ളം മധുരമുള്ളതാണ്. അപ്പൊ ആ ദൈവത്തിന്റെ ക്ലെയിം ശരിയാണോ തെറ്റാണോ? ദൈവം പറഞ്ഞതല്ലേ ലാസ്റ്റ്. അപ്പം അത് ദൈവം അല്ല. കാരണം അത് ദൈവം ശരിക്കും പറഞ്ഞാൽ ഒരു അറബി അർത്ഥം മധുരന്നുണ്ടോ? മധുരന്നാണോ അവിടെ? യെസ് ബ്രദർ, ഐ വിൽ ഗിവ് യു ദ അറബിക് ഓൾസോ. I will give you the Arabic also. I will give you Arabic also. സൂറ 25 53 ആയത്ത് ഒന്ന് എടുത്തേ. സൂറ 25, സൂറത്ത് അൽ ഫുർഖാൻ, അതിന്റെ 53 ആയത്ത്. വഹുവ അല്ലദീ മറജ അൽ ബഹറൈൻ. ബഹറൈൻ എന്ന് പറഞ്ഞാൽ സമുദ്രം. വഹുവ അല്ലദീ മറജ, രണ്ട് സമുദ്രങ്ങൾ. ബഹറൈൻ, രണ്ട് സമുദ്രങ്ങൾ. ഹദ്ദ അദബുൻ ഫുറാതൻ. ഹദ്ദ അദബുൻ ഫുറാതൻ, വൺ പാലറ്റബിൾ ആൻഡ് സ്വീറ്റ്. ഇനി അള്ളാഹുവോടുള്ള ചോദ്യം, അള്ളാഹുവേ ഇത് താങ്കൾക്ക് എവിടുന്ന കിട്ടിയത്? ഇങ്ങനൊരു സാധനം ഇല്ലല്ലോ. സയന്റിഫിക് മിറക്കിൾസ്, ഇസ്ലാമി ഭയങ്കര സയന്റിഫിക് മിറക്കിൾസ്. ഖുർആൻ ഫുൾ സയന്റിഫിക്. ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ പറഞ്ഞു പോകുമ്പോ നാച്ചുറൽ വേൾഡിനെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. സയൻസ് പഠിപ്പിച്ചാൽ ബ്രദർ ഇപ്പം ചോദിച്ചത് സയന്റിഫിക് എന്തെങ്കിലും ഇത് പൊളിക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പൊ പൊളിച്ചോറണം, ഇനിയും പൊളിച്ചു തരാം, ഇനിയും വേണം പൊളിച്ചു തരാം. അടുത്തത്, ഒരു പുരുഷന്റെ സീമൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ടെസ്റ്റിക്കിൾസ്, റൈറ്റ്? ടെസ്റ്റിക്കിൾസ് ഡെക്കറേഷൻ അല്ലല്ലോ. അല്ല. ഓക്കെ, ഈ ആയത്ത് വെച്ചിട്ട് ഒരു കാര്യം മനസ്സിലായോ? നോക്കണം. അദബുൻ ഫുറാത്തുൻ എന്ന് പറഞ്ഞ സ്വീറ്റ് എന്ന മധുരമുള്ളത്. വഹദ മിൽഹുൻ ഉജാജുൻ എന്ന് പറഞ്ഞ അടുത്തത്, ആൻഡ് ദ വൺ സോൾട്ടി ആൻഡ് ബിറ്റർ. ഒരു സമുദ്രം മധുരമുള്ളതും ഒരു സമുദ്രം എന്താണ്, സോൾട്ടിയാണ്, ഉപ്പ് രസമുള്ളത്. മറ്റേത് അതിലേറെ കുറവാണെങ്കിൽ, അങ്ങനെയാണെങ്കിലും
നോ 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 ബ്രോ, ഉപ്പ് രസം നോ നോ. കുറവാണെങ്കിൽ സ്വീറ്റ് എന്ന് അറബിക്കിൽ ബ്രദറെ, അറബിക്കിൽ എല്ലാ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ അർത്ഥം വെക്കാൻ പറ്റത്തില്ല. ഇല്ല. ഫുറാത്തുൻ എന്ന വാക്കിന് സ്വീറ്റ് എന്ന അർത്ഥമാണ് വരുന്നത്, മധുരമുള്ളത്. സ്വീറ്റ് പറഞ്ഞാൽ ബ്രദർ പോയി നമ്മള് ചെക്ക് ചെയ്തോ. കുടിച്ച പച്ചവെള്ളം ഉപ്പ് വെള്ളം എടുത്താൽ അതിലേതാ സ്വീറ്റ്? അതിൽ സാധാരണ സിനാൻ പച്ചവെള്ളം ബ്രദറെ, പറയാലോ. ബ്രദറെ സിനാൻ ബ്രദർ, ആ, ബ്രദറിന് പോയി ചെക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് ഒന്ന് ഞാൻ വിശ്വസിക്കാം. കണ്ട് സ്വീറ്റാന്ന് കണ്ട്. എക്സാക്ട്ലി. സോ പക്ഷേ ഇത് ഫ്രഷ് ഞാൻ വാട്ടർ എഴുതി എന്നൊക്കെ വെച്ചതല്ല, കുടിക്കും. ബ്രദർ ഇല്ല. ഇപ്പം വായിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വെച്ചതാ. ലോകത്ത് ഒരു സമുദ്രം പോലും എന്തില്ല, സ്വീറ്റ് ഇല്ല. There is not even a single sea in this world which is sweet. None. ഇല്ലൊക്കെ ലോകത്തിലെ ഏറ്റവും സമുദ്രമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ലേക്സും, സ്ഥലത്തൊക്കെ അല്ലേ? ബ്രദറെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലേക്സും ഫ്രഷ് വാട്ടറും ഉള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ബിഗസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് നമ്പേഴ്സ് ഓഫ് ലേക്സ് ആൻഡ് ഫ്രഷ് വാട്ടർ ഉള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഐ ഹാവ് നെവർ സീൻ ഈവൻ എന്താ പറയുന്നേ, ഒരു ഏറ്റവും വലിയ സമുദ്രം എന്ന് പറയാം, പക്ഷെ സമുദ്രമല്ല, വൺ ഓഫ് ദ ബിഗസ്റ്റ് ലേക്ക് ആണ്. ഞാൻ അതിന്റെ അടുത്താ താമസിക്കുന്നത്, പക്ഷെ അവിടെ പോലും ഉപ്പരസമുള്ള വെള്ളമാണ്. പറഞ്ഞു മനസ്സിലായോ? ഉം, ഉം, ഉം. ഇനിയും അടുത്ത ഒരു കാര്യം, നമ്മുടെ സീമന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഉം. ഖുർആൻ പറയുന്നത് സീമൻ എവിടുന്നാ വരുന്നതെന്ന് അറിയോ? വെർട്ടിബ്രൽ കോളത്തിന്റെയും റിബ്സിന്റെയും മിഡിലാണ്. നട്ടലും വാരിയലിന്റെ ഇടയിൽ നിന്ന്. അത് നമ്മൾ ടെസ്റ്റിക്കിൾസിന്റെ ഏകദേശം ഒറിജിൻ ഒക്കെ അവിടെ നിന്നാണ് തോന്നുന്നത്. No. There is no testicles there. ടെസ്റ്റിക്കിൾസിന്റെ ഒറിജിൻ, തൈ, ലോയിൻസ്, ഇതൊന്നും അവിടെ വരുന്നില്ല. അല്ല, നട്ടലും ഇനിയിപ്പോ ഒരു വാരിയലും. മനുഷ്യനെ കടത്തി നോക്കിയാലും അതിന്റെ ഏകദേശം മിഡിലല്ലേ വരുന്നത്. ഇല്ല ബ്രദറെ, നമ്മളെ വാരിയൽ എവിടെ ബോഡിയിലെ ഇരിക്കുന്നത്? വാരിയല് നോക്കി. ബ്രദർ, വാരിയൽ എവിടെ? റിബ്കേജ് എവിടെ വാരിയലും ബ്രദറിന്റെ? അതിന്റെ സെന്റർ ഒന്ന് അടിക്കരെ നോക്കി നോക്കി നിങ്ങള്. അത് തെറ്റാണെന്ന് ബ്രദറെ, സ്പൈനൽ കോഡിന്റെ കാര്യമല്ല പറയുന്നത്. വേർ ഈസ് യുവർ റിബ്കേജ്? ഇവിടെ നെഞ്ചിന്റെ ഭാഗത്ത്. എക്സാക്ട്ലി. വേർ ഈസ് യുവർ ടെസ്റ്റിക്കിൾസ്? ആ മിഡിൽ താഴെ. ഓക്കെ, ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. There is no connection as such. ജനറേഷൻ, ഈ സീമൻ ജനറേഷൻ ചെയ്യുന്നത് റിബ്കേജിന്റെയും വാരിയലിന്റെ ഇടയിൽ നിന്നാണെന്ന് ആണ് ഖുർആൻ പറയുന്നത്. ബ്രദർ ആദ്യം പറഞ്ഞത് ശരിയാണ്, ഇറ്റ് ജനറേറ്റ്സ് ഫ്രം ദ ടെസ്റ്റിക്കിൾസ്. പക്ഷെ അത് ഖുർആൻ അറിയത്തില്ല. ടെസ്റ്റിക്കിൾസ് ജനറേറ്റ് പറഞ്ഞു മനസ്സിലായോ? ജനറേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ അവിടെ കണ്ടത്. ഇല്ല ബ്രദറെ, ഒരിടത്ത് പോലും ഇല്ല. അങ്ങനെ ആക്കാനൊക്കെ പലതരത്തിൽ ഇസ്ലാമിക ദാവാ പ്രവർത്തകർ നോക്കിയായിരുന്നു, പക്ഷെ സംഭവം നടന്നില്ല. സൂറ 86 7 ആയത്തില്ല, വേണമെങ്കിൽ എഴുതിയെടുത്തു. സൂറ 86 വേഴ്സ് നമ്പർ 7. സൂറ 86 വേഴ്സ് നമ്പർ 7. അനദർ ബയോളജിക്കൽ ബ്ലണ്ടർ. അതിനെ എങ്ങനെങ്കിലും ലോയിൻസ് ആക്കാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വാക്ക് വേണമെങ്കിൽ പറയാം. യഖ്റുജു മിൻ ബൈനി, ബിറ്റ്വീൻ, ബൈനി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ, ബൈനി അൽ സുൽബി, അൽ സുൽബി എന്ന് പറയുമ്പോൾ ബാക്ക് ബോൺ, അൽ സുൽബി വ അൽ തറൈബി. അൽ തറൈബി ഈസ് ദ റിബ്സ്, വാരിയല്. None of the doctors who have studied, none of the medical doctors, ഇവിടെ പല മെഡിക്കൽ ഡോക്ടേഴ്സും സൗരന്മാരൊക്കെ ഉണ്ട്, ask any one of them, നമ്മുടെ സീമൻ റിബ്കേജിന്റെയും വാരിയലിന്റെ ഇടയ്ക്ക് നിന്നാണ് ജനറേറ്റ് ആകുന്നത് ആരോടെങ്കിലും ചോദിക്കുക, they will say, ഇത്രയും അട്ടർ ഫൂളിഷ്നെസ് താങ്കൾക്ക് എവിടുന്നാ കിട്ടിയെന്ന് എന്നോട് ചോദിക്കും. മനസ്സിലായി? നമ്മൾ ക്ലാസ് 10th 9th ആദ്യം നമ്മൾ അനാട്ടമി പഠിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ CBSE ബോർഡിലാണ് പഠിച്ചത്. CBSE ബോർഡിൽ ഞങ്ങൾക്ക് ബയോളജി 9th 10th ഈ ലൈഫ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചറിന്റെ മുഖം പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ക്ലാസ് വന്നപ്പം ഞങ്ങളുടെ പെൺകുട്ടികളെ വേറെ ക്ലാസ് എടുത്തു, ഞങ്ങൾക്ക് വേറെ ക്ലാസ് എടുത്തു, ഞങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ടീച്ചർ വളരെ ന്യൂട്രൽ രീതിയിൽ പറഞ്ഞു തന്നു. പറഞ്ഞു മനസ്സിലായോ? യു അണ്ടർസ്റ്റാൻഡ്? ഇനിയും സൂര്യൻ എവിടെങ്കിലും പോയി താഴുന്നുണ്ടോ? സൂര്യൻ എവിടെങ്കിലും താഴുന്നതായിട്ട് കാണുന്നുണ്ടോ? ഒരാൾക്ക് തോന്നുന്ന പോലെ ഇതേതാണ് ഒരാളെ തോന്നല്. അത് സൈഡ് പറയാം. ആളാരാന്നറിയോ? ദുൽഖർനൈൻ. പക്ഷേ ദുൽഖർനൈൻ മാത്രമല്ല ഇത് പറഞ്ഞത്, റസൂലല്ലായും ഇത് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പ്രവാചകൻ ഒരു സഹാബിയുടെ കൂട്ടത്തിൽ ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് പോവുകയാണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സഹാബിയോട് ചോദിച്ചു, അല്ലയോ നിനക്കറിയാമോ ഈ സൂര്യൻ എവിടാ ചെന്ന് താഴ്ന്നത് നിനക്കറിയാമോ? അപ്പൊ സഹാബിക്ക് അറിയാം, ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് ഉത്തരം എന്താണെന്ന് അറിയാമോ? പുള്ളി പറഞ്ഞു, അത് അള്ളാഹുവിനും പ്രവാചകനും മാത്രമേ അറിയത്തുള്ളൂ.
അപ്പം പ്രവാചകൻ സയന്റിഫിക് ആയിട്ട് പുള്ളി ഭയങ്കര സയന്റിഫിക് ആയിരുന്നു. പുള്ളി പറഞ്ഞു തരുന്നതാണ്. സയന്റിഫിക് ആണെന്നല്ലേ പറഞ്ഞത്? ഞങ്ങള് ഗോഡിന്റെ വേർഡ് സയന്റിഫിക് ആണെന്നാണ് പറഞ്ഞത്. ആ ബ്രദറെ, ഇപ്പൊ അള്ളാഹു ഒരു കാര്യം പറയുക, അള്ളാഹുവിന്റെ വഹിയിൽ നിന്ന് മുഹമ്മദ് ഒരു കാര്യം പറയുക, ഇതെല്ലാം ഇസ്ലാമിന്റെ ഭാഗമായിട്ടേ വരത്തുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? അത് ഏതാണ് ഹദീസ്? ഏതാണ് പറയാം. ഒതന്റിക് അല്ലെങ്കിൽ ഞാൻ എങ്ങനത്തെ പറയാം? എടുക്കണ്ട. ഒത്തന്റിക് അല്ലെങ്കിൽ ബ്രദർ ഞങ്ങൾ ഇവിടെ ഒത്തന്റിക് അല്ലാത്ത ഒരൊറ്റ ഹദീസും ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രദർ അത് എടുക്കണ്ട. അല്ല, ഞാൻ റെഫറൻസ് ചോദിച്ചെന്നുള്ളൂ, അറിയാത്തോണ്ട് ചോദിച്ചതാണ്. ഇറ്റ്സ് ഓക്കെ ബ്രദർ. പ്രശ്നമല്ല. ഞാൻ റെഫറൻസ് തരാം. ഒരു മിനിറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടെ പറയാം. പെൺകുട്ടികളും ആൺകുട്ടികളും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അറിയാമോ? എംബ്രിയോളജി ഖുറാനിലുണ്ട്. എംബ്രിയോളജി ഖുറാനിലുണ്ട്. ഒരു സയന്റിസ്റ്റ് ഒരു മിനിറ്റ്. സുനൻ അബൂ ദാവൂദ് ബ്രദറെ, ഒരു റെഫറൻസ് എഴുതിയെടുത്ത്. സുനൻ അബൂ ദാവൂദ് ഹദീസ് നമ്പർ 4002. ഞാൻ വേണമെങ്കിൽ മേളിൽ പിൻ ചെയ്യാം, ബ്രദർ ഒന്ന് വായിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ ആരെങ്കിലും സൗരന്മാരെങ്കിലും ഒന്ന് പിൻ ചെയ്യാം. സുനൻ അബൂ ദാവൂദ് 4002. അതൊന്ന് ഉറക്കെ വായിച്ചേ. I was sitting there, the messenger of Allah was riding a donkey while the sun was setting. He asked me about this attitude of the and his apostle knows best. He said, it's in a spring of warm water. He said, ഒരാൾക്ക് തോന്നിയതല്ല. He is confirming this. He said it's set on the spring of a warm water. അതിനെ അറബിക്കൽ പറയുന്ന ഹമിയ. ഒന്നാമത് സൺസെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പോഴും ആൾക്കാർ സൺസെറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. സൺസെറ്റ് എന്ന് പറയുന്നുണ്ട്, but sun is not moving, right? Earth is moving. ബ്രദറെ, എർത്ത് അല്ലേ സണ്ണിന് ചുറ്റും അതിന്റെ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന അതല്ല പ്രശ്നം. നമ്മൾ എർത്ത് മൂവ് ചെയ്യുമ്പോഴല്ലേ ഇത് നൈറ്റും ഡേയും ആകുന്നേ. മുഹമ്മദ് ഈസ് കൺഫേമിംഗ് ദാറ്റ് സൺ ആക്ച്വലി ഗോസ് ഇൻടു ദ വാം വാട്ടർ. ഇനി ഞാൻ ഇസ്ലാമിന്റെ വേറൊരു കാര്യം കൂടെ പറയാം. ഇസ്ലാമിക ചരിത്രകാരനായ എന്താ പറയുന്നത്, നമ്മുടെ താരിഖ് അൽ തബരി, ഇമാം തബരി പറയുന്നത്, സൂര്യൻ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ അർഷിന്റെ കീഴിലോട്ട് പോയി മറയും. എന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും. എന്നിട്ട് അള്ളാഹു അനുവാദം കൊടുക്കും. അനുവാദം കൊടുത്തു കഴിയുമ്പം സൂര്യൻ പിന്നെയും അള്ളാഹുവിന്റെ അർഷിന്റെ കീഴിൽ നിന്നും പുറത്തു വരും. ആദ്യം 2 സൂര്യന്മാരുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. പുള്ളി പറഞ്ഞതാന്ന്. അല്ലല്ല, റസൂൾ പറഞ്ഞ വാക്കുകൾ ഇമാം തബരി രേഖപ്പെടുത്തി വെക്കുകയാ. പറഞ്ഞ മനസ്സിലായോ? ഇനി ഈ സ്ത്രീയും പുരുഷനും എങ്ങനെ ഉണ്ടാകുന്ന അറിയാം? പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഏകദേശം നോൺ ഒതന്റിക് ആണെന്നൊക്കെ നമ്മൾ പറയില്ല. ഇമാം തബരിയെ ഒരു ഇസ്ലാമിക പണ്ഡിതനും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം എന്തുവാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലായി കാര്യങ്ങളെ രേഖപ്പെടുത്തിയ, ഇസ്ലാമിന്റെ ഹിസ്റ്ററി ഇത്രയും ഡീറ്റെയിൽ ആയി എഴുതിയ വേറെ ഒരു പണ്ഡിതൻ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇമാം തബരി രേഖപ്പെടുത്തിയ പല വിഷയങ്ങളും ഇസ്ലാമിൽ നിന്ന് ഇന്ന് ഡാമേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പ്രവാചകൻ ഒരു പ്രാവശ്യം സൈദിനെ വീട്ടിൽ കാണാൻ പോയി. ഈ വിഷയം ഇമാം തബരി വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സൈദിന്റെ മകന്റെ സനദിലൂടെ. പക്ഷെ അത് കേൾക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു. അപ്പൊ ഏറ്റവും ഈസി വേ എന്തുവാ? ആരെ തള്ളുക? തബരിയെ തള്ളുക. പറഞ്ഞു മനസ്സിലായോ? തബരി 40 വോള്യൂംസ് ഓഫ് ഹിസ്റ്ററിയാണ് ഇസ്ലാമിന്റെ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ എടുക്കും, ഞങ്ങൾക്ക് പഠിക്കാനും വായിക്കാനും ഒക്കെ ഞങ്ങൾ എടുക്കും. പക്ഷേ ഈ ഭാഗം തബരി രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഇനിയും പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കുക യൗവനക്കാരുടെ ഇടയിൽ. തബരി ഒരു കള്ളനായിരുന്നു. നോ, തബരി വാസ് നോട്ട് എ ഫൂൾ. അതിന്റെ കാരണം എന്തുകൊണ്ട്? കാരണം ഏർലിയസ്റ്റ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വരുന്ന ആളാണ് തബരി. തബരി കാരണം എന്തുവാ പറ? ആരെങ്കിലും ബയോഗ്രഫി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും സമൂഹത്തിൽ തബരി അങ്ങനെ എന്തെങ്കിലും രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്രദറെ, അതിന്റെ തന്നെ കൊട്ടേഷന്റെ താഴെ പറയും ഈ ആള് വീക്കാണ്, അല്ലെങ്കിൽ ഈ ആളുടെ എന്തുവാ സനദിൽ മൗദൂആയിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗം എടുക്കണ്ട. പക്ഷെ പുള്ളി ബാക്കി എല്ലാ ഭാഗങ്ങളും എഴുതിയിട്ടുണ്ട്. പുള്ളി ഇബ്ൻ അബ്ബാസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് പോട്ടെ, നമുക്ക് സയൻസിലേക്ക് വരാം. ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാകാനുള്ള കാരണം എന്തോ നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിക്കാനുള്ള കാരണം പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമും, അമ്മയിൽ നിന്ന് അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും XY ക്രോമോസോൺ XX ക്രോമോസോൺ. ഓക്കെ, അങ്ങനെ ഫ്യൂഷൻ ചെയ്ത് കൺസെപ്ഷനിലൂടെ അല്ലേ ഈതർ ബോയ് ഓർ എ ഗേൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങളിത് പറഞ്ഞപ്പോ പറയാണ്, ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്
ഖുറാനിൽ 23 തവണയാണ് സ്ത്രീകളെ പറഞ്ഞിട്ടുള്ളത്, 23 തവണയാണ് ആണുങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അത് ക്രോമസോം നമ്പറിൻ്റെതാണെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ അതായത് എന്റെ പൊന്നെ, എന്റെ ഞാൻ പ്രിയ വെറുതെ സുഹൃത്തെ, ബ്രദർ പറഞ്ഞതാണ്. പോയി ഇത് ചുമ്മാ ഒരു തള്ളു മാത്രം. ബ്രദർ പോയി ചെക്ക് ചെയ്താൽ മതി. സൂറത്ത് അൽ നിസ എന്ന ചാപ്റ്ററിൽ തന്നെ 23 അല്ല അതിലും കൂടുതൽ പ്രാവശ്യം നിസ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വുമൻ. അതുപോലെ സൂറത്ത് അൽ നിസ കഴിഞ്ഞിട്ട് സൂറ അസാബിനകത്തും ഇഷ്ടം പോലെ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വൈ ദേ ആർ സെയിങ് ദിസ് ഇസ് ജസ്റ്റ് ടു മേക്ക് യു ജസ്റ്റ് ഹാവ് എ, എന്താ പറയുന്നത്, നിങ്ങളെ ഒരു ഫോൾസ് ഒരു ഒരു കൺസെപ്ഷനിലേക്ക് കൊണ്ടുവരിക. ഓ, ഖുറാനകത്ത് എന്തോ സയന്റിഫിക് ആയിട്ടുള്ള സാധനം നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഏതോ കമന്റിൽ കണ്ടതേനി, അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ തള്ളു മാത്രമാ ബ്രദറെ, ഇതിനൊന്നിനും ഒരു രേഖകളും ഇല്ല. ഇത് കേട്ടിട്ടുണ്ടോ അല്ല, അത് ഞാൻ പെടുത്തിയില്ലെങ്കിൽ ഖുറാനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞെന്നുള്ളൂ. അത് പെടുത്തിയില്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാം തെറ്റാന്ന് പറയാൻ പറ്റൊന്നുമില്ല. അല്ലല്ല, എല്ലാവർക്കും ഞാൻ മനസ്സിലാവും. പറഞ്ഞില്ലല്ലോ എടുക്കണോ എടുക്കണ്ടെന്നു. ഞാൻ പറഞ്ഞു ഇല്ലല്ല, അത് എടുക്കണ്ട. ഞാനിപ്പോ ഈ പുരുഷന്റെയും ഈ പെൺകുട്ടികളും ആൺകുട്ടിയും എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരാൾ ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രദർ വായിച്ചു ഒന്നെങ്കിൽ സുനൻ അൻ-നസായി 200, സുനൻ അൻ-നസായി 200-ാമത്തെ ഹദീസാണ്, 200. അതിന്റെ താഴെ അതിന്റെ ഗ്രേഡും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേഡ് കൂടെ വായിക്കണേ ആദ്യം. നോ റീഡ് ദ ഗ്രേഡ് ബ്രദർ, റീഡ് ദ ഗ്രേഡ് ഫസ്റ്റ്. റീഡ് ദ ഗ്രേഡ്. ദാറുസലാം സഹിയാണ്, സനദ് ഏകദം കറക്റ്റ്. വായിച്ചു. എന്ത്? അല്ലല്ല, ഒന്നുകൂടെ വായിച്ചു. ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് Anas said, the messenger of Allah said the man's water is thick and white. അത് ഓക്കെയാണ്. And the woman's water is thin and yellow. Woman's water is never thin and yellow. അല്ല, പറയാം. Woman's water is never thin and yellow. There is no yellow. If a woman has yellow discharge, basically means she has some sexually transmitting diseases. പറഞ്ഞു മനസ്സിലായോ? If a woman has a yellow discharge, that means she has sexually transmitted diseases. ഇനി അടുത്ത ഭാഗം ഭയങ്കര സയൻസ്. അടുത്ത നോക്കിക്കോ, അടുത്ത ഭാഗം. Whichever of them comes first, the child will resemble that parent. ആദ്യം എന്ത് വരുന്നോ അതിനനുസരിച്ചായിരിക്കും കുഞ്ഞുണ്ടാവുക. If the woman's water comes first, it will be a girl. If the man's water comes first, it will be a boy. ഇപ്പോ സ്വഭാവം അങ്ങനെ എന്തെങ്കിലും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാരാ പറഞ്ഞു? പ്രവാചകൻ ഇതാരാ? താങ്കൾക്ക് ഇതാരാ പറഞ്ഞു തന്നു? Did you check it? Did you test it? No. He's just saying this. ആയിക്കോട്ടെ, പക്ഷേ ജെൻഡർ ആണ്. Whichever of them come first. What do you mean by come first? നമുക്കറിയാം, the woman is not emitting any semen. Woman has an egg. The semen gets deposited on the egg. Millions of semens go and run, have a race, and then the one single semen goes and conceive, infuse with the egg, which is stored in the ovaries of a woman, and the conception happens. Nothing is coming out. വെളിയിൽ ഒന്നും വരുന്നില്ല. You understand? ഇത് സയൻസ് ആയിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പുള്ളി ഇത് പറയാം. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇതാരെങ്കിലും ചോദിക്കുവോ? ഇപ്പം സിനാൻ ബ്രദറെ, ഞാനൊരു മണ്ടത്തരം പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുക. ആൾക്കാരുടെ വിചാരം ഓക്കെ, ഒരു പച്ചക്കുട്ട് ഉള്ള ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, മോഡറേറ്റർ ആണ്, ചിലപ്പം പുള്ളിക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, ഫോളോ ചെയ്ത് കളയാം. ചിലരെ ഫോളോ ചെയ്യാതെ ഇരിക്കും. ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്റെ മണ്ടത്തരം അറിയൂ? പക്ഷെ ഞാൻ വാ തുറന്ന് മണ്ടത്തരം പറയുവാണെങ്കിൽ നാളെ നാട്ടുകാരെന്ത് പറയും? You understand? God has given you a brain. Islam wants you not to use that brain. ദൈവം, സർവശക്തനായ ദൈവം താങ്കൾക്ക് ഒരു ബുദ്ധി തന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ബുദ്ധി ഉപയോഗിക്കാതെ അടിമയായിരിക്കുക. കാരണം ഇസ്ലാമിൽ എല്ലാവരും അള്ളാഹുവിന്റെ ആരാ? ദൈവത്തിന്റെ സൃഷ്ടികളാണ്, അടിമകളാണ്. ഇനിയും ഒരു കാര്യം കൂടെ അറിയാമോ? ഇസ്ലാമിനകത്ത് ചോദ്യം ചോദിക്കാനുള്ള അനുവാദമില്ല. ഞാൻ ഇത് ഇപ്പം ഇന്നലെയും ഞാൻ ഇത് ടിക്ടോക്കിനകത്ത് നമ്മുടെ പാകിസ്ഥാനി മുസ്ലിം സഹോദരങ്ങളുടെ മുൻപിൽ എടുത്തതാണ്. ഇസ്ലാമിൽ ചോദ്യം ചോദിക്കാൻ അനുവാദമില്ല. ഒരു റാഷണൽ ആണ്. ഞാൻ കണ്ടത്. I will give you the reference. ഒരു റെഫറൻസ് കൂടെ ഖുറാനിൽ നിന്ന് വായിക്കേ. തരാം, ഖുറാനിൽ നിന്ന് തരാം. I will give you the reference. സൂറത്ത് അൽ മൈദ. No. Surat Al-Ma'idah
അതിന്റെ 101-ാമത്തെയും 102-ാമത്തേതും ആയത്തൊന്ന് വായിച്ചേ. സൂറത്ത് അൽ മൈദ. മൈദ ഏതാണെന്ന് അറിയാമോ? ഭക്ഷണത്തളിക, 5-ാമത്തെ സൂറ. സൂറത്തുൽ മാഇദ ആയത്ത് അതിന്റെ 101-ാമത്തെ ആയത്തൊന്ന് എഴുതിക്കുക. ഇനിയും സിനാൻ ബ്രദർ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ബ്രദറിനെ തെറി വിളിച്ചോ? ഇല്ലല്ല, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. ഇല്ല, ബ്രദറും തെറി വിളിച്ചിട്ടില്ല. വളരെ ഡീസെന്റ് ആയിട്ടാണ് ന്യൂക്ലിയർ ബ്രദറും ഇവിടെ ഉള്ള സഹോദരന്മാരും എല്ലാവരും സംസാരിച്ച ബ്രദറിനോട്. ഇനിയും ബ്രദറിന്റെ ബാക്ക് ചാനലിൽ കുറെ മുസ്ലിം, സ്പെഷ്യലി കുറച്ച് മുസ്ലിങ്ങളുണ്ട് ഇവിടെ തന്നെ ദാവ ചെയ്യുന്നവര്. ബ്രദറിന്റെ ബാക്ക് ചാനൽ പല രീതിയിലുള്ള തെറികളും പല രീതിയിലുള്ള ആക്ഷേപവും, ഇനിയും ഇവിടെ ഉള്ളവന്മാരെല്ലാവരും തെറി വിളിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ ബ്രദറിനെ എങ്ങനെങ്കിലും ബ്രദറിന്റെ ഡീറ്റെയിൽ അറിയാനോ ബ്രദർ എവിടുത്തുകാരനാണെന്ന് അറിയാനോ ഇതൊക്കെ ശ്രമിക്കും. ഡു നോട്ട് ഗിവ് എനി ഡീറ്റെയിൽസ്, ഡോണ്ട് ഈവൻ റെസ്പോണ്ട്. ആയിക്കോട്ടെ. പറഞ്ഞു മനസ്സിലായോ? തെറി വിളിക്കുന്നതോടൊപ്പം ഞാൻ യോജിക്കുന്നില്ല, ഇസ്ലാം യോജിക്കുന്നുണ്ടാവില്ല. അല്ല, ഇസ്ലാം യോജിക്കുന്നുണ്ട് ബ്രദറെ. ഇസ്ലാമിനകത്ത് തെറി വിളിക്കാൻ പക്ക അനുവാദമുണ്ട്. ഞാനിപ്പം കാണിച്ചു തരാം. സഹിയായിട്ടുള്ള ഹദീസിൽ നിന്ന് പ്രവാചകൻ തെറി വിളിക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ടെന്ന് ഞാൻ ബ്രദറിനെ ഇപ്പൊ കാണിച്ചു തരാം. ഇസ്ലാം അതിന് അനുവാദം തരുന്നുണ്ട്. ഡോഗ് എന്ന് വിളിച്ചണല്ലോ. ഇല്ല, ഒരു സ്ത്രീയെയും യേശു കർത്താവ് ഡോഗ് എന്ന് വിളിച്ചിട്ടില്ല. കർത്താവിന്റെ മുൻപിൽ വന്ന ആ സ്ത്രീയുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി വിട്ടു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു. ഇല്ല, അവിടെ റേസിസം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്റെ പ്രിയ സുഹൃത്ത്. ജെന്റൈൽസിന് കൊടുക്കേണ്ടത് മറ്റേ ഫുഡ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. സബ്ജക്റ്റ് ഇന്ന് മാറും. ഈ ചോദ്യം ഇതൊന്ന് വായിച്ചേ. ഖുർആൻ 5-101 ഒന്ന് വായിച്ചേ. ക്ലിയർ ആയ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല, വായിക്കൂ. അതെന്തോ ആയത്തെന്ന് വായിക്കൂ. ഫുൾ ആയത്ത് വായിക്കൂ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഫുൾ ആയത്ത് വായിക്കൂ. ഓ ബിലീവേഴ്സ്, ഡു നോട്ട് ആസ്ക് അബൌട്ട് എനി മാറ്റർ വിച്ച് ഇഫ് മെയ്ഡ് ക്ലിയർ ടു യു. O believers, ya ayyuhalladhina amanu, O believers, do not ask of a matter about a thing which is not made clear to you എന്നല്ല. അത് ശ്രദ്ധിച്ചു വായിക്കണം. No. I will read. കേൾക്കൂ. Ya ayyuhalladhina amanu la tasallu എന്ന് പറഞ്ഞാൽ do not ask. La tasallu an ashayya in tuba എന്ന് പറഞ്ഞാൽ എന്താ? About things if made clear. If made clear lakum to you, നിങ്ങൾക്ക്. If made clear to you lakum tasukum wa in tasallu, it may distress you. ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. പറഞ്ഞു മനസ്സിലായോ? ഇതിന്റെ ട്രാൻസ്ലേഷനകത്ത് ഉടായ്പ കണ്ടോ? അല്ല സിനാൻ ബ്രദറെ, ആ ട്രാൻസ്ലേഷനകത്ത് ഉടായ്പ കണ്ടോ? അവര് ട്രാൻസ്ലേഷനകത്ത് ഡിസെപ്ഷൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമിനു, ഓ യു ഹു ഹാവ് ബിലീവ്ഡ്, ഡു നോട്ട് ആസ്ക് അബൌട്ട് ദ തിങ്സ് ഇഫ് മെയ്ഡ് ക്ലിയർ ടു യു, ഇറ്റ് മേ ഡിസ്ട്രസ് യു. ആൻഡ് ഇഫ് യു ആസ്ക്, ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അബൌട്ട് ഇറ്റ് വെൻ ഈസ് ബീങ് റിവീൽഡ് ദ ഖുർആൻ, ഇറ്റ് വുഡ് ബി മെയ്ഡ് ക്ലിയർ ടു യു. ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ഖുർആനകത്ത് ക്ലിയർ ആക്കും. ഖുർആൻ റിവീൽ ചെയ്ത സമയത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അത് അന്ന് സ്വഹാബികൾക്ക് ഇറങ്ങിയ കേസല്ലേ. പക്ഷേ ചോദിച്ചു മനസ്സിലാക്കാൻ പല ചോദ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നിനും ഉത്തരം അവിടുന്ന് കിട്ടുന്നില്ല. ഞാൻ അതിനും തെളിവ് തരാം. പിന്നെ ഇനിയും അതിന്റെ 102-ാമത്തെ ആയത്തൂടെ വായിച്ചേ. 102-ാമത്തെ നിങ്ങൾക്ക് മുൻപേയും കുറച്ചുപേര് വന്നായിരുന്നു. എന്താ? മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞാൽ ആസ്ക്ഡ് ദം എ പീപ്പിൾ ഫ്രം ബിഫോർ യു. നിങ്ങൾക്ക് മുൻപേയും കുറച്ചുപേര് വന്നായിരുന്നു. നിങ്ങൾക്ക് മുൻപേ വന്നവരാരാ? യഹൂദനും ക്രിസ്ത്യാനും. നിങ്ങൾക്ക് മുൻപേയും കുറച്ചുപേര് വന്നായിരുന്നു. ഖബ്ലിക്കും തുമ്മ അസ്ബഹു ബിഹാ കാഫിറാൻ, then they became thereby കാഫിറൂൻ. അവര് കാഫിറുകളായി. ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കിനും അവരെന്തുമായി? ഇങ്ങനെ ചോദ്യം ചോദിച്ചു നമ്മളിങ്ങനെ ആലോചിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയി കാഫിറായി പോയതേക്കും. ബ്രദറെ ആലോചിക്കുക. അതാണ് പ്രശ്നം. ഇസ്ലാമിനകത്ത് ചിന്തിക്കാനോ റാഷണൽ ആയിട്ട് ചോദ്യം ചോദിക്കാനോ അനുവാദമില്ല എന്നതിന്റെ അർത്ഥമാണ് ഇത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ സോൾട്ടി ആൻഡ് സ്വീറ്റ് വാട്ടറിന്റെ പറഞ്ഞില്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രവാചകനോട് ഈ കാര്യം ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ, പ്രവാചക ഇങ്ങനെ സമുദ്രം, മധുരമുള്ള സമുദ്രമൊന്നും ഇല്ലല്ലോ, താങ്കൾ എന്തോ ഈ ആയത്ത് ഇപ്പൊ അള്ളാഹു എന്തോ ആയത്തായി തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴുത്ത് അവിടെ കാണുമോ? ഡു യു തിങ്ക് ഹിസ് ഹെഡ് വിൽ ബി ദേർ? അപ്പൊ അവരെന്താ പറയുന്നത്? ആദ്യം വന്ന ഹദീസ് പോലെ, പ്രവാചകനും അള്ളാഹുവിനും അറിയാം. അള്ളാഹു ആലം. അള്ളാഹുവിനും പ്രവാചകനും മാത്രം അറിയാം. വീടുണ്ടോ?
കാരണം എന്തുവാ, ഇത് അറബികളാ. ഇനിയും ഇതെങ്ങാനും ഗ്രീക്കിലോ ഇതെങ്ങാനും ഹീബ്രുവിലോ ആയിരുന്നെങ്കിലോ, കാരണം അവിടെ ഉള്ളവർ ഭയങ്കര ഇന്റലിജന്റ്, ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. ബൈബിളിൽ ദൈവം പറയുന്നത് എന്തുവാണ്? യഹോവയായ ദൈവം ബൈബിളിൽ പറയുന്നു, ഇശയ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിനകത്ത് നോക്കിയാൽ മതി. ഗോഡ് ഈസ് സെയിങ് ടു പീപ്പിൾ, ദൈവം മനുഷ്യരോട് പറയാ, കം ലെറ്റ് us റീസൺ. പറഞ്ഞു മനസ്സിലായോ? മലയാളത്തിൽ ആരെങ്കിലും ഇവിടെ ഉള്ള സൗരന്മാര് വായിക്കും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിനകത്ത് പറയുന്നതാണ്, ദൈവം മനുഷ്യരോട് പറയുക, കം ലെറ്റ് us റീസൺ, ലെറ്റ്സ് ടോക്ക് റാഷണലി. അള്ളാഹു എന്തോ പറയുന്നേ? അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് മുൻപേയും പലരും വന്നായിരുന്നു കേട്ടോ, അവരും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരായിരുന്നു. എന്ത് പറ്റി? അവര് കാഫിറായിപ്പോയി. ഇപ്പൊ ഞാൻ എത്ര റെഫറൻസ് ബ്രദറിനെ കാണിച്ചു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം, 18 വേഴ്സ് നമ്പർ 18. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ വരുവീൻ നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കല്ലോ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോണം, ചോദ്യം ഒന്നും ചോദിക്കല്ലേ എന്നാണോ എഴുതിയിരിക്കുന്നത്? നമ്മൾ ക്ലിയർ ആയ ഒരു സാധനം പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ക്ലിയർ ആയില്ലല്ലോ, അതാണ് പ്രശ്നം. ക്ലിയർ ആയില്ല. ഇനിയും സിനാൻ ബ്രദറെ, ഖുറാൻ ശരിയാണോ തെറ്റ് ആണോ എന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഖുറാൻ തന്നെ അതിന്റെ മാനദണ്ഡം പറയുന്നുണ്ട്. ഞാൻ ആ ആയത്ത് ബ്രദറിന് പറയാം, ബ്രദർ അതൊന്ന് വായിക്കണം. ഖുറാൻ ശരിയാണോ തെറ്റാണോ എന്നതിന്റെ മാനദണ്ഡം ഖുറാൻ തന്നെ പറയുന്നുണ്ട്. ആ മാനദണ്ഡം ഒന്ന് വായിച്ചേ. കോൺട്രഡിക്ഷൻസ് പാടില്ല, ആ ഭാഗമാണ് വായിച്ച ടൈം കളയണം. അത് തന്നെ. ഇനി ഇത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു എങ്കിൽ ഇതിൽ എന്ത് കാണുമായിരുന്നു? കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും. ഒരു ദൈവത്തിന് ഇത് പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? കാരണം മറ്റേ ബൈബിളിൽ ഇപ്പൊ നിറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഖുറാനിൽ ബൈബിളിലെ കോൺട്രഡിക്ഷൻസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പൊളിച്ചു തരാം. അതിനൊന്നിനും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഖുറാനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും കൈയും തലയും നമുക്ക് കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ സൂറത്ത് അൽ ഫാത്തിഹ. എല്ലാന്ന് മനുഷ്യന്മാരോട് പറയുന്നതിന് ഇത് കുഴപ്പം. ഇച്ചിരൂടെ ഓർക്കെ ഒന്ന് സംസാരിക്കുന്നു ബ്രദർ, സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ. അള്ളാഹു പറയുന്നത് എന്താണ്? ഇത് ഖുറാൻ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ എന്ത് കിട്ടിയാനെ? കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുമായിരുന്നു. ആൾക്കാർക്ക് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സൂറ 58-ന്റെ 2-ാമത്തെ ആയത്തൊന്ന് വായിച്ചേ. സൂറ 58 വേഴ്സ് നമ്പർ 2. Those who pronounce Tihar among you to separate from their voice, they are consequently their mothers. Their mothers are none but those who gave birth of them, and indeed their mothers are only those who gave birth to, none but those who gave birth to them. So no one is their mother apart from the woman who have given birth to you is your mother, right? Their mothers are none but those who gave them birth. ഇത് അവർക്ക് ജന്മം നൽകിയത് ജന്മം നൽകിയവർ മാത്രമാകുന്നു നിങ്ങളുടെ മാതാക്കൾ. മാതാക്കൾ വേറെ ആരും അല്ല എന്നല്ലേ പറയണേ? Their mothers are only those എന്ന് പറഞ്ഞാൽ എന്തുവാ? Only those എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഇപ്പൊ വോയിസില് I mean you to their voice they not എന്നാണ് പറഞ്ഞത്. ഓൺലി ദോസ് എന്ന് പറഞ്ഞാൽ ജന്മം തന്ന ആ സ്ത്രീകൾ മാത്രമാണ് എന്ത്? നമുക്ക് അങ്ങനെയല്ലേ പറയാം. ജന്മം നൽകാത്തവർ മാതാക്കളല്ല എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നേ? ബയോളജിക്കലി മാതാക്കളല്ല, അങ്ങനെ എടുക്കാം. No, there is no biology written. അവിടെ ബയോളജി എഴുതിയിട്ടുണ്ടോ? ജന്മം നൽകാന്ന് പറഞ്ഞാൽ തന്നെ ബയോളജിക്കൽ ആയില്ലേ, പിന്നെ പ്രശ്നം. സുഹൃത്തെ, മാതാക്കളുടെ കാര്യമാണ് പറയുന്നത്, മദറിന്റെ കാര്യമാണ് പറയുന്നത്. ജന്മം നൽകിയവർ മാത്രമാണ് നിങ്ങൾക്ക്, ജന്മം നൽകിയവർ മാത്രമാണ് നിങ്ങളുടെ മാതാക്കൾ. അപ്പം വേറെ ആരെയും മാതാവ് എന്ന് വിളിക്കാനുള്ള അനുവാദം ഖുർആൻ അവിടെ കൊടുക്കുന്നില്ല. പക്ഷെ പ്രശ്നമുണ്ട്. അടുത്ത ആയത്തിനകത്ത് പ്രവാചകന്റെ ഭാര്യമാരെല്ലാവരും നിങ്ങളുടെ മാതാക്കളാണ്. അത് വേറെ സെൻസിൽ എടുക്കാലോ നമുക്ക്. ഏത് സെൻസിലും മാതാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. You cannot call. ഇവിടെ ആൾക്കാർ ഇസ്ലാം ഒരു വ്യക്തിയുടെ തലച്ചോറിനെ ഒന്നുകിൽ അവർക്ക് 2 തരത്തിൽ ചിന്തിക്കാം. ഈതർ റാഷണൽ ആയിട്ട് ചിന്തിക്കാം, തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്ന് സമ്മതിച്ചു ചിന്തിക്കാം. വേറെ ഒരു തരം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ജലേബി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും വളച്ചു തിരിച്ച് അങ്ങനെ തിരിച്ച് അത് അങ്ങനെ ആകാമല്ലോ, ഇത് ഇങ്ങനെ ആകാമ. കാരണം എന്തുവാ? അള്ളാഹുവിന്റെ വചനത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അള്ളാഹു വചനത്തെ രക്ഷിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന് അത് കഴിയാത്തത് കൊണ്ട്
മുസ്ലിങ്ങളുടെ മേൽ ആ ഭാരം വന്ന് വീഴുക. ദേ ഹാവ് ടു ഡു ദിസ്. അവരെങ്ങനെങ്കിലും അതിനെ രക്ഷിച്ചെടുക്കണം.